ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ച് നോക്കിയാലോ. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഇത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനമാണ്. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ലൂക്ക മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന ക്രൂശിതൻ്റെ 3 തിരുവചനങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. നോമ്പുകാലത്തിൻ്റെ പെസഹായുടെയും സന്ദേശം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മാതൃക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന ഗുരുമൊഴി എപ്രകാരം പ്രാവർത്തികമാക്കണം എന്ന് ഗുരുനാഥൻ സ്വന്തം മാതൃകയിലൂടെ പഠിപ്പിക്കുന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷയായി മതകോടതിയും രാഷ്ട്രീയ കോടതിയും വധശിക്ഷ വിധിച്ച് കുരിശിൽ തറച്ചവൻ്റെ അധരങ്ങളിൽ നിന്നാണ് ഈ തിരുമൊഴി ഉതിരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. പിതാവിൻ്റെ ഹിതമാണ് ഇവിടെ നിറവേറുന്നത്. ആ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം ഉപകരണമാക്കിയവരാണ് ഇവിടെ യേശുവിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥന, അവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.